കൃഷ്ണകുമാർ സാർ, കഴിഞ്ഞ ദിവസത്തെ ഈ സംഭവം മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ ED കേസിലെ പ്രതികൾ നടത്തിയ ഈ നാടകം, ഈ റീൽ നാടകം, ഇതങ്ങ് കണ്ടു കാണുമല്ലോ. എങ്ങനെയാണ് പോലീസിനെ നിയന്ത്രിക്കാൻ സഖാക്കന്മാർക്ക്, കുട്ടി സഖാക്കന്മാർക്ക് ഇപ്പോഴും കഴിയുന്നത്? നമ്മൾ ആ സമയം സംഭവം നടക്കുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിലുള്ള ആൾക്കാർ ആരാണ്? പൊതുജനമല്ല, പോലീസാണ്. നിയമം നടപ്പാക്കാനായിട്ട് ബാധ്യസ്ഥരായിട്ടുള്ള പോലീസുകാരാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഓണാഘോഷം നടക്കുന്നത്, പോലീസ് സ്റ്റേഷൻ നടത്തുന്ന ഓണാഘോഷം അതിനുവേണ്ടി വളരെ ഭംഗിയായിട്ട് ഒരു പൂക്കളം ഇട്ടിരിക്കുന്നു, നല്ല അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നു. ഇതൊക്കെയാണ്. ഇത് സമാധാനകാംക്ഷികളായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അവിടെയാണ് ഇവിടെ EDയെ അറ്റാക്ക് ചെയ്ത്, ഏജൻസി ഏതിനെ അറ്റാക്ക് ചെയ്തതോ ആയിക്കോട്ടെ, EDയെ അറ്റാക്ക് ചെയ്ത, യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് തികച്ചും നിഷ്ക്രിയമായിട്ടുള്ള ഒരു അവസ്ഥ. സെൻട്രൽ ഏജൻസി ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അത് അവർക്ക് എല്ലാ സുരക്ഷിതത്വവും നിയമപരമായിട്ടുള്ള നടപടികൾ പൂർത്തീകരിക്കുന്നതിനുള്ള എല്ലാ സുരക്ഷയും ഒരുക്കേണ്ട പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർ മതിയായ ബലത്തിൽ അവിടെ പോലീസ് ഫോഴ്സിനെ നിയോഗിക്കാത്തത് കൊണ്ടും, അതുമാത്രമല്ല അവരെ ഒരു രീതിയിലും ആക്രമിക്കാനായിട്ട് ഉള്ളൊരവസരം ആർക്കും നൽകരുതെന്ന് ഉറപ്പുവരുത്തേണ്ട ആ കാര്യത്തിലും തികഞ്ഞ പരാജയമായി തീർന്നു. അതിനെ തുടർന്നിട്ട് അവര് ഉദ്ദേശിച്ച സ്ഥലത്ത്, ഈ ക്രിമിനലുകൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ഈ ED ഉദ്യോഗസ്ഥന്മാരെ എത്തി. അവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാര് നിഷ്ക്രിയത്വം പാലിച്ചു. നിഷ്ക്രിയരായി എന്നല്ല പറയുന്നത്, നിഷ്ക്രിയത്വം പാലിച്ചു. രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോ അങ്ങനെയുള്ള കേസിൽ പെട്ട ക്രിമിനൽ കേസിലെ പ്രതികളാണ് ഈ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ, ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും ഉള്ളപ്പോഴേ നേരെ കയറി ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ കണ്ടീഷണൽ ബെയിലിന് ഒപ്പിട്ട് കഴിഞ്ഞിട്ട് ഓരോരുത്തരായി പേര് വിളിച്ച് കണ്ടീഷണലായിട്ട് വിട്ടിട്ട് അവരവരുടെ വീടുകളിലേക്ക് പോകേണ്ട ആൾക്കാർ അവിടെ നിന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ആഘോഷത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് അവരാടിത്തിമിർത്ത് ഒരു റീല് പോസ്റ്റ് ചെയ്തത്. എന്താണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, നമ്മുടെ ഈ ക്രിമിനൽസിന്, അവരേത് പക്ഷത്തിൽപ്പെട്ട ആൾക്കാരായിക്കോട്ടെ, അവർക്ക് എങ്ങനെയാണ് ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിനോട് ബഹുമാനം ഉണ്ടാകുക? എങ്ങനെയാണ് നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾ ജീവിക്കുക? എങ്ങനെയാണ് ജനങ്ങളുടെ സൗരവിഹാരം പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉറപ്പുവരുത്തുന്നത്? വളരെ വ്യക്തമായിട്ട് നമുക്കറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇത് രണ്ട് കൂട്ടർക്കും യഥാർത്ഥത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചോളം അദ്ദേഹം രാഷ്ട്രീയം നോക്കിയിട്ട് ഇടപെടേണ്ട ഒരാളല്ല. ഈ ക്രമസമാധാന പാലനം, അത് ഈ ക്രിമിനൽ മെന്റാലിറ്റി അവർക്ക് സ്വച്ഛന്തം തുടരാനായിട്ട് അവർക്ക് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവര് നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഓൾറെഡി ക്രിമിനൽ കേസിൽ പെട്ട ആൾക്കാർക്ക് കൂടുതൽ ക്രിമിനൽ കാര്യങ്ങളിൽ ഇടപെടാനായിട്ടുള്ള ഒരു മനസ്സോടും പോലീസിന് അവർക്ക് യാതൊരു വിലയും ഉണ്ടാവില്ല. നിയമ സംവിധാനത്തിന് യാതൊരു വിലയുണ്ടാവില്ല. അതാണ് നമ്മൾ കണ്ടത്. ഇവിടെ നമ്മൾ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോലീസിന്റെ ഐഡന്റിറ്റി ബലി കൊടുക്കുന്ന ഒരു സംഗതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയിട്ട് അതൊരു പോലീസ് സംവിധാനത്തിന് ചേർന്നതല്ല. ഇതുപോലെ ഒരു സംഭവം എനിക്ക് തോന്നുന്ന, ഇപ്പൊ ക്രിമിനലുകൾ, കൊലപാതക കേസുകളിലൊക്കെ പെട്ട ആൾക്കാർ, അവരൊക്കെ പല സ്ഥലത്ത് എനിക്കറിയാം. ഞാൻ ഹിമാലയയിലെ ആൾക്കാർ അവര് ഒരു പത്രസമ്മേളനം നടത്തി, പ്രതികളായിട്ടുള്ള ആൾക്കാർ പത്രസമ്മേളനം നടത്തിയപ്പോൾ എന്നെ അന്നത്തെ SP അവിടെ ഡെപ്യൂട്ട് ചെയ്തു. പത്രസമ്മേളനത്തിലെ മീഡിയക്കാർ മുഴുവൻ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്, എല്ലാവരും പ്രസന്റ് ആയിരുന്നു. ആ സമയത്ത് യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് തോന്നിയില്ല. അവിടെ മീഡിയ ഉണ്ടോ ഇവരുണ്ടോ എന്നുള്ളത് നോക്കിയില്ല, രാഷ്ട്രീയ പരിഗണനകൾ വലിയൊന്നുമില്ല. അപ്പം തന്നെ പോയിട്ട് അവരെ ബലം പ്രയോഗിച്ച് അതിനെ കൊടുത്ത് അറസ്റ്റ് ചെയ്യാൻ കൊണ്ടുവരാനായിട്ട് സാധിക്കും. വേറെ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇതെല്ലാം വളരെ കഴിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അവർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കാം. ഇത് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് ഈ രണ്ട് കൂട്ടരുടെയും EDയെ ആക്രമിച്ചവരുടെയും സംവിധാനത്തിന്റെയും താല്പര്യങ്ങൾ ഒന്നായി മാറുന്ന സമയത്താണ് ഇതുപോലത്തെ നിഷ്ക്രിയത്വം വരുന്നത്. ഇത് കൂടുതൽ അരാജകത്വത്തിലേക്ക് നമ്മുടെ നാടിനെ നയിക്കും. ഇതിന് കോസ്റ്റ് കൊടുക്കേണ്ടത് ഈ ഭരണ സംവിധാനം അല്ല, പൊതുജനങ്ങളാണ് ഇതിന് കോസ്റ്റ് കൊടുക്കേണ്ടി വരുന്നത്. കാരണം അക്രമികൾക്ക് നാട്ടിൽ അഴിഞ്ഞാടാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈസൻസായിട്ട് ഈ രീതിയിലുള്ള സമീപനങ്ങൾ മാറും. പോലീസിന്റെ ഐഡന്റിറ്റി നിലനിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ
നമ്മുടെ നാട്ടിൽ ക്രമസമാധാനം പുലരുകയുള്ളൂ.